ഹായ് മക്കൾസ്, അറക്കലാണ്. നമ്മുടെ മാർച്ച് മാസത്തിലെ പരീക്ഷകളൊക്കെ നമ്മൾ ഗംഭീരമായിട്ട് എഴുതി കഴിഞ്ഞു. എല്ലാവർക്കും നല്ല റിസൾട്ട് തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അതിലാരും ടെൻഷൻ അടിക്കേണ്ട. ഇപ്പോൾ നമ്മൾ ഏപ്രിലിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഇങ്ങനെ കുറേ വീഡിയോസുകൾ കാണുണ്ടാവും. സൈലത്തിൽ അഡ്മിഷൻ എടുക്കൂ, സൈലത്തിൽ ഉഷാറായിട്ട് പഠിക്കൂ, അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ ചില ആളുകൾ എങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും, എന്തിനാ ഇപ്പം തന്നെ അഡ്മിഷൻ എടുക്കണു, ഇനി 2 മാസത്തിലെ സ്കൂളൊക്കെ തുറക്കാൻ. ഇത് നമ്മളൊരു നിഷ്കളങ്കമായ ബുദ്ധിയിൽ നമുക്ക് എപ്പോഴും തോന്നാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെന്നുണ്ടെങ്കിലും എനിക്കും അങ്ങനെയൊക്കെ തോന്നും. കാരണം നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുള്ളൂ. പക്ഷേ ഇതേ നമ്മൾ തന്നെ ഒരു 2-3 മാസം കഴിഞ്ഞ് ഒരു ഓണപരീക്ഷൻ്റെ തലേന്നൊക്കെ നമ്മളിങ്ങനെ തിരിച്ച് ചിന്തിക്കും, അയ്യോ അന്ന് നേരത്തെ അഡ്മിഷൻ എടുത്താൽ മതിയായിരുന്നു, ഒന്ന് നേരത്തെ പഠിച്ചു തുടങ്ങിയാൽ മതിയായിരുന്നു, ഒന്നും കൂടി നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിരുന്നു എന്ന് നമ്മൾ അന്ന് തിരിച്ച് ചിന്തിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്, നമ്മളെല്ലാ മനുഷ്യന്മാരും ഇങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ അതൊരു പ്രശ്നം വരുമ്പോൾ മാത്രമേ എന്തേ ഉള്ളൂ അതിനെക്കുറിച്ചുള്ള സൊല്യൂഷനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. അത് പ്രശ്നം വരുന്നതിൻ്റെ മുമ്പ് അതിൻ്റെ പ്രിക്കോഷൻസ് ഒന്നും നമ്മൾ എടുക്കില്ല. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ എന്ത് ചെയ്യണം, പ്രിക്കോഷൻസ് എടുക്കണം. ഇപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് മെല്ലെ പഠിച്ചു തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, എവിടെ ജോയിൻ ചെയ്യും, എവിടെ പോയിട്ട് പഠിക്കും എന്നുള്ളത്. അത് നല്ലൊരു ഡൗട്ടാണ്. നിങ്ങൾ അന്വേഷിച്ചിട്ട് തന്നെ എന്ത് ചെയ്താൽ മതി, ഇവിടെ ജോയിൻ ചെയ്താൽ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഈസ്റ്ററിനോ വിഷുവിനോ പെരുന്നാൾക്കോ ഓണത്തിനോ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടിക്ക് ഒരു ഡ്രസ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ടെക്സ്റ്റൈൽസിൽ ചെന്നിട്ട് കുറേ ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എന്ത് ചെയ്യും, ഇട്ട് നോക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും പറ്റിയതല്ല നിങ്ങൾ എടുക്കുക. അതേപോലെ തന്നെ സൈലത്തിൻ്റെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റാൻഡമായിട്ട് അന്വേഷിക്കുക ഏതാണ് ബെസ്റ്റ്. ഞാൻ ഗ്യാരണ്ടി തരുന്നു, സൈലമല്ലാതെ കേരളത്തിൽ ഇന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഇല്ല എന്നുള്ളത് ഞാൻ അഷ്വർ ചെയ്യാണ്. അത്രയും സൂപ്പർ ക്ലാസ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കിഡിലം ഫാക്കൽറ്റീസാണ്, അടിപൊളി സ്റ്റഡി മെറ്റീരിയൽസ് ആണ്, ആപ്പ് ക്ലാസ്സുകൾ, റെക്കോർഡ് ക്ലാസ്സുകൾ, എക്സാംസുകൾ, പിന്നെ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ബോർഡുകൾ, അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് അടങ്ങിയുള്ള ഒരു കിഡിലൻ കിണ്ണം കാച്ചിയ ബാച്ചാണ് നമുക്കുള്ളത്. നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ ബാച്ചിൻ്റെ പേര് അസ്ത്ര ബാച്ചാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, കഴിഞ്ഞ വർഷം ഒരുപാട് വിദ്യാർത്ഥികൾ അസ്ത്ര ബാച്ചിൽ പഠിച്ചിട്ട് ഫുൾ A+ വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് റാൻഡമായിട്ട് നിങ്ങളുടെ സ്കൂളിൽ തന്നെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുകൊണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, വളരെ വേഗത്തിൽ തന്നെ എന്ത് ചെയ്യുക, അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് മിന്നിച്ച് പഠിക്കുക. അപ്പോൾ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആവശ്യമായ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വേഗത്തിൽ എന്ത് ചെയ്യുക, അഡ്മിഷൻ ഉറപ്പാക്കുക. അടിപൊളിയായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക. നമുക്ക് ഈ വർഷത്തെ 10ാം ക്ലാസ് എന്ത് ചെയ്യണം, മിന്നിക്കണം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.